വന്നിരിക്കുന്നത് ഒരു റെസിപ്പി, പാൽക്കപ്പയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അത് നമുക്ക് കേൾക്കാം. പാൽക്കപ്പ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ഞാൻ ഭയങ്കര പാടുള്ളതായിട്ടാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. ഈ തേങ്ങാപ്പാലും ഒക്കെ എടുത്തിട്ടുണ്ടാക്കണമല്ലോ എന്ന് ഓർത്തപ്പം ഇത് ആദ്യമായിട്ട് ഇത് ചേട്ടനാണ് ഞങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞു. ചേട്ടൻ അവിടെ ട്രിവാൻഡ്രത്ത് ഒരു ഷോപ്പിൽ ഇങ്ങനെ കഴിച്ചു, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 2-3 വീഡിയോസ് നമ്മൾ കണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ അത്ര ടേസ്റ്റ് ആണോ എന്നൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് മടിയായിരുന്നു ചെയ്യാനായിട്ട്. അപ്പോൾ ഇവനിങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ ചെയ്തു നോക്കി. ആദ്യം ഒന്ന് ചെയ്തു, അതിനെക്കാട്ടിലും ഏറ്റവും നല്ലതായിരുന്നു രണ്ടാമത് ചെയ്തത്. അതായത് വേറെ സിമ്പിളാണ് കപ്പ വേവിക്കുക. അതിന്റെ വീഡിയോ ആണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. കപ്പ വേവിക്കുക, വെന്ത് കോരി കഴിയുമ്പോൾ അത് ഉടയ്ക്കുക നന്നായിട്ട്. അതിനുശേഷം പാൽ, എനിക്ക് തോന്നുന്നു ഞാൻ ഒരു ഇച്ചിരി പാൽ ഒഴിച്ചിട്ടാണ് ഉടച്ചു തുടങ്ങിയത്. പക്ഷെ അങ്ങനെയല്ല, കോരി എടുത്തിട്ട് അപ്പം തന്നെ ഉടയ്ക്കണം. അപ്പം ഉടയ്ക്കാൻ നമുക്ക് എളുപ്പം കിട്ടും. ഉടയ്ക്കുക, അതിനകത്തേക്ക് വെളുത്തുള്ളി, ഉള്ളി, കാന്താരിമുളക്, ഇത്രയും സാധനങ്ങൾ ചേർക്കണ്ടേ. ഇത് ഒന്ന് ചതച്ചിട്ട് അതിനകത്ത് ഇടുക. അത് കഴിഞ്ഞ് നമ്മൾ തേങ്ങാപ്പാലും മൊത്തം ഒഴിച്ചിട്ട് ഇളക്കിയിട്ട് കടുക് വറുത്ത് ഇടുക, ഉള്ളിയൊക്കെ കൂട്ടിയിട്ട്. ഭയങ്കര ടേസ്റ്റാണ്. ഇവിടെ ഇറച്ചി കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതൊന്നുമില്ല, നമ്മൾ വെറുതെ ഒരു സ്പൂൺ കൊണ്ട് കോരി കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. നല്ല കപ്പയും കൂടെ ആയിരിക്കുമല്ലോ, ആയിരിക്കണം കേട്ടോ. കാരണം ചിലപ്പോൾ കയ്പുള്ള കപ്പ എന്നൊക്കെ പറയാറില്ല. പക്ഷെ ഞങ്ങൾക്ക് നല്ല കപ്പയായിരുന്നു. എന്തായാലും നല്ല ടേസ്റ്റായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഓക്കെ, കപ്പ തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് കഴുകി ഇങ്ങനെ കൊത്തി നുറുക്കിയെടുക്കണം. മമ്മി നല്ല എക്സ്പേർട്ടാണ് കൊത്തി നുറുക്കാൻ. മമ്മിയാട്ടോ കൊത്തി നുറുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ശരിക്കും കൂടെ തേങ്ങ പാലിലാണല്ലോ, അപ്പോൾ തേങ്ങ പൊട്ടിച്ച് ചെറുകാൻ നല്ല മടിയായതുകൊണ്ട് തേങ്ങ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഞാൻ മിക്സിയിൽ അടിച്ചെടുക്കുവാണേ പാല് പിടിയാനായിട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് വേണ്ടതാണ് ഈ കാന്താരിമുളക് കുറച്ചും കൂടെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇവിടെ എല്ലാവർക്കും എരിവ് അധികം താല്പര്യം ഇല്ലാത്തതുകൊണ്ടാട്ടോ കാന്താരിമുളക് ഇച്ചിരി കുറച്ചത്. കാന്താരിമുളകും ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തതാണ് കേട്ടോ ആദ്യത്തെ. പിന്നെ തേങ്ങാപ്പാൽ 3 തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കും. പിന്നെ ഇത് കണ്ടോ, കല്ലുപ്പും വെള്ളവും ഒഴിച്ചിട്ട് കപ്പയും കൂടി ഇട്ടിട്ട്, ശരിക്കും വേണമെങ്കിൽ വെള്ളവും ഉപ്പും കൂടി ഇട്ട് തിളപ്പിച്ചിട്ട് അതിലേക്ക് കപ്പ ഇട്ടാലും മതി. ഇതിപ്പോൾ ഞാൻ അല്ലാതെ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് വെച്ചു എന്നേ ഉള്ളൂ. ചിലപ്പോൾ ഒക്കെ ഞാൻ മിക്കവാറും ഉപ്പും വെള്ളവും കൂടെ, ഉപ്പിൻ്റെ അളവ് എങ്ങനെയാണെന്നറിയുമോ, വെള്ളത്തിന് പാകം ഉപ്പ് ഇച്ചിരി കൂടുതലായിരിക്കണം എന്ന് മാത്രം. ഒരുപാട് ഉപ്പ് വേണ്ട. വെള്ളം നമ്മളിങ്ങനെ ഇളക്കി നോക്കി തൊട്ട് നോക്കുമ്പോൾ ഇച്ചിരി ഉപ്പ് മുന്നിൽ നിൽക്കണം, അത്ര വേണം. അത് നന്നായിട്ട് കുക്കറിൽ വേവിക്കുക. വെന്ത് വാങ്ങി കഴിയുമ്പോൾ അത് കോരിയെടുക്കുക. നല്ല എന്തെങ്കിലും കേട്ടോ, അല്ലെങ്കിൽ ഒന്നും കൂടെ കുക്കറിൽ വിസിൽ വയ്ക്കണേ. നന്നായിട്ട് ഈ പാൽക്കപ്പയ്ക്ക് നന്നായിട്ട് വെന്ത് കുഴയ്ക്കണ്ടേ, അതുകൊണ്ട്. എന്നിട്ട് കോരിയെടുത്ത് ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ ആ കാന്താരിമുളകും ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ അരച്ചതായി ഇട്ടേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ശരിക്കും നേരെ ഇത് പ്രസ് ചെയ്ത് ഉടയ്ക്കണം. അതിന് പകരം ഞാൻ കുറച്ച് പാൽ ആദ്യം ഒഴിച്ചു പോയി. ഇതിപ്പം തേങ്ങാപ്പാൽ 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല് പലതവണയായിട്ട് ഒഴിക്കണം എന്നൊന്നും ഇല്ല കേട്ടോ. കാരണം ഇത് എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിച്ചിട്ട് അങ്ങ് കുറുക്കിയെടുത്താലും മതി. ഈ 3 പാലെടുത്ത് ശീലമായതുകൊണ്ട് 3 പാലങ്ങ് എടുക്കും. അപ്പം നല്ല പാലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കണമെന്നില്ല. ഇത് കണ്ടോ, നന്നായിട്ട് ഉടച്ചിട്ട് അതിലേക്ക് പാല് മൊത്തം ഒഴിച്ചിട്ട് അങ്ങ് കുറുക്കിയെടുക്കും. ഇപ്പം തന്നെ ഇനി ടേസ്റ്റ് നോക്കണം കേട്ടോ, ഉപ്പ്. കാരണം തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കിനും ചിലപ്പോൾ ഇച്ചിരി കൂടെ ഉപ്പും കൂടെ ചേർക്കേണ്ടി വരും. അപ്പം ആ ഉപ്പ് നോക്കിയിട്ട് കുറച്ച് പാകത്തിന് ഉപ്പ് ഈ ഇത്രയും നീളത്തിലിരിക്കുമ്പോൾ ഉപ്പ് അധികം ചേർക്കണ്ട. കാരണം ഇത് കുറുകി കഴിയുമ്പോൾ ചിലപ്പോൾ ഉപ്പ് പാകമായിരിക്കും. ഇത്രേ ഉള്ളൂ ശരിക്കും. ഇതിങ്ങനെ നമ്മൾ കുറച്ച് നേരം ഇളക്കി അങ്ങ് കുറുകുന്നു. പിന്നെ ഇച്ചിരി നേരം കഴിയുമ്പോൾ തന്നെ
ആകുകയും ചെയ്തു. അതിന് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ച്, ഉള്ളി, കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ അരിഞ്ഞിട്ട് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് ഒഴിച്ചു ഇളക്കി. കപ്പ ഇച്ചിരി നീണ്ടിരുന്നാലും തണുക്കുമ്പോൾ കുറച്ചും കൂടെ കുറുകി വരും കേട്ടോ. ഇത്രയും നീളം തോന്നുന്നേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ നല്ലതായിട്ട് കുറുകി വന്നോളൂ. ഇത് ചൂടോടെ എടുക്കുമ്പോൾ ഇത്രയും ഒരു നീളത്തിലേക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക.